മറ്റൊരു പുതിയ പ്രഭാതം ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവസന്നിധിയിൽ ആരംഭിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഈ പ്രഭാതത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാകട്ടെ നമ്മുടെ തുടക്കം. യേശുവേ, ഞങ്ങളെ സഹായിച്ചതിനാൽ, ഞങ്ങളോട് കൂടിയിരുന്നതിനാൽ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സുഖമായി കാത്തതിനാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം ജീവനോടെ, പുതുക്കത്തോടെ, ആരോഗ്യത്തോടെ, നന്മയോടെ കാണുവാൻ അങ്ങ് നൽകിയ എല്ലാ അവസരങ്ങൾക്കുമായി നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം അങ്ങേ വഴികളിൽ ജീവിപ്പാൻ, അങ്ങയുടെ ഹിതങ്ങൾക്ക് അനുസരിച്ച് മുന്നേ പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വചനഭാഗം പരിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. 91 സങ്കീർത്തനം 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവവചനം പറയുന്നു, ദൈവത്തോട് പറ്റിയിരിക്കുക. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ദൈവം വിടുവിക്കും, ദൈവം ഉയർത്തും. സ്നേഹിക്കുന്നവർ തമ്മിലെ പറ്റിയിരിക്കുവാൻ, ചേർന്നിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ മനുഷ്യന് എപ്പോഴും ചേർന്നിരിക്കുവാൻ, കൂടിയിരിക്കുവാൻ ഒരു നല്ല കമ്പാനിയൻ, ഒരു നല്ല കൂട്ട്, ഒരു നല്ല ഫ്രണ്ട് ആവശ്യമാണ്. ദൈവവചനം പറയുന്നു, മനുഷ്യനോട് കൂടെ നടക്കുന്നതും മനുഷ്യനോട് കൂടെ ആയിരിക്കുന്നതും ഈ യഹോവയുടെ പ്രമോദമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 5 അധ്യായം 31 വാക്യം പറയുന്നു, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ദൈവവചനം പറയുന്നു, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ഒന്നായിരിക്കുന്നതോ, ദൈവം മനുഷ്യനോട്, തൻ്റെ ജനത്തോട്, തൻ്റെ സഭയോട്, താൻ നിയമിച്ച സൃഷ്ടിച്ച മനുഷ്യരോട് ചേർന്ന് നടപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് കൂടെ നടക്കുവാൻ, നിങ്ങളോട് ചേർന്നിരിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് നൽകി നമ്മളെ സഹായിച്ചു. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുന്നു എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ബൈബിൾ പറയുന്നു, ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ലവ്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു എന്നുള്ളതാണ്. വചനം ഓർപ്പിക്കുന്നു, യേശു ശിഷ്യന്മാരോട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് അത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടപ്പാൻ, ദൈവവചനത്തെ അനുസരിച്ച് മുന്നേ പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഭൂമിയിൽ നമ്മളോട് കൂടെ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമ്മൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂട്ടായ്മ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ, തൻ്റെ ജനനം മുതൽ, ശുശ്രൂഷയുടെ ആരംഭം മുതൽ തൻ്റെ മരണം, ഉയർപ്പ് വരെയും ഉണ്ടായിരുന്നു. യേശു കർത്താവ് ജയത്തോടെ ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷകളെ തികയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ആവശ്യമായിരുന്നതുപോലെ ഇന്ന് പകലിൽ നിങ്ങൾക്കും ദൈവത്തിൻ്റെ കൂട്ടായ്മയെ ദൈവം നൽകി സഹായിക്കട്ടെ. ചില ചെടികൾ തന്നെ വളരുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അതിന് പടരുവാൻ ഒരു ബലമുള്ള ഒരു വൃക്ഷത്തിൻ്റെയോ ഒരു മരത്തിൻ്റെയോ ഒരു കമ്പിൻ്റെയോ ആവശ്യമുണ്ട്. അതിൽ പറ്റി, അതിൽ ചുറ്റി അത് വളരുന്നത് പോലെ ഇന്ന് പകലിൽ കർത്താവെ, എൻ്റെ ബലഹീനതകളിലും എൻ്റെ ബലമില്ലാത്ത അവസ്ഥകളിലും ബലമുള്ള അങ്ങയോട് ചേർന്ന്, അങ്ങയോട് പറ്റി, അങ്ങിൽ പടരുവാൻ, അങ്ങിൽ പന്തലിക്കുവാൻ, അങ്ങയോട് ചേർന്ന് വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാകട്ടെ ഇന്നത്തെ ദിവസം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. അവനോട് പറ്റി, അവൻ്റെ വചനത്തോട് പറ്റി, യേശുവിനോട് ചേർന്ന് ജീവിപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ ജീവിക്കുമ്പോൾ അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും, അവനെ നാമം അറിയുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവം നിങ്ങളെ വിടുവിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.